ഏവർക്കും നമസ്കാരം. അൺഅക്കാദമിയിലേക്ക് സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു ഈ കഴിഞ്ഞ നവംബർ 30-ന് വന്ന LD ക്ലർക്ക് പരീക്ഷയുടെ വിജ്ഞാപനം. അതിനുശേഷം എല്ലാവരും ചിട്ടയായ പഠനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അറിയാം. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാനാകട്ടെ എന്ന് തുടക്കത്തിലെ തന്നെ ആശംസിക്കുകയാണ്. അതിനു മുമ്പായി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവിടേക്കുള്ള മാർഗം എന്താണ്, ഏതൊക്കെ രീതിയിലാണ് അങ്ങോട്ട് പോകേണ്ടത്, പരീക്ഷയുടെ സിലബസ് എന്താണ്, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നീ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി ചിട്ടയായ പഠനത്തിലൂടെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അൺഅക്കാദമി ടീം നമ്മൾ എല്ലാവരും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എൻ്റെ പേര് നിഷ, ഞാൻ അൺഅക്കാദമിയിലെ മലയാളം അധ്യാപികയാണ്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് LD ക്ലർക്ക് പരീക്ഷയുടെ വിശദമായ സിലബസ് ആണ്. അതുപോലെ തന്നെ വരുന്ന ക്ലാസ്സുകളിൽ ഇനി അങ്ങോട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളും സിലബസിലെ ഓരോ വിഭാഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമ്മൾ ഒരു സീരീസ് പോലെ ചെയ്തു പോകുന്നുണ്ട്. അതിനു മുമ്പായി അൺഅക്കാദമി നിങ്ങൾക്കായി പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നോക്കൂ, 90 ദിവസത്തെ ഫ്രീ ക്ലാസുകൾ നമ്മൾ നൽകുന്നുണ്ട്. LDC 2024 വേണ്ടിയിട്ട് 90 ദിവസത്തെ ഫ്രീ ക്ലാസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്, ഈ വരുന്ന ഡിസംബർ 4 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഓരോ എഡ്യൂക്കേറ്റേഴ്സ് ലൈവായി വന്നിട്ട് ഫ്രീ ക്ലാസുകളിലൂടെ നിങ്ങൾക്ക് ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. ക്ലാസുകളിലൂടെയും നൽകുന്നതാണ്. അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പരമാവധി ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, PSC പരീക്ഷകളിൽ SCERT പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. SCERT ബുക്കുകളിലെ മുക്കിലും മൂലയിലും നിന്നുവരെ ക്വസ്റ്റ്യൻസ് വന്നു കാണാറുണ്ട്. അതുകൊണ്ട് SCERT സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ് എന്നിവയെ ബേസ് ചെയ്തുകൊണ്ട് ചാപ്റ്റർ വൈസ്, അതാണ് പ്രത്യേകത, ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡിസംബർ 1-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. SCERT ചോദ്യവണ്ടി എന്ന പേരിലാണ് നമ്മൾ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും എല്ലാവരും പഠിച്ച് SCERT പാഠഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുകൂടി പറയുന്നു. അതുകൂടാതെ കേരള PSC സ്കോളർഷിപ്പ് ടെസ്റ്റ് അൺഅക്കാദമി ഒരുക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ 6 വൈകിട്ട് 7 മണിക്കാണ് 100 മാർക്കിന്റെ ഒരു ടെസ്റ്റ് ഉള്ളത്. അതിൽ വിജയിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും അൺഅക്കാദമി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അൺഅക്കാദമിയുടെ പുതിയ രീതികൾ. ഇത് കൂടാതെ പ്ലസ് കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഒരു പ്രത്യേക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ബാച്ച് കോഴ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെയുണ്ട്. വിശദമായി ഒന്ന് നോക്കിയാൽ എല്ലാം മനസ്സിലാവുന്നതാണ്. കൂടാതെ അൺഅക്കാദമിയിൽ ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് എല്ലാം ഉണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് പഠിക്കാനായി മെറ്റീരിയൽസ് നൽകുന്നതാണ്. അതിലും എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇഷ്ടപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സിന്റെ റെഫറൽ കോഡ് യൂസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻസ് എടുക്കാവുന്നതാണ്. എൻ്റെ റെഫറൽ കോഡാണെങ്കിൽ നിഷ PSC എന്നാണ്. ഇനി നമുക്ക് LD ക്ലർക്ക് പരീക്ഷയുടെ സിലബസ് എന്താണ് എന്നൊന്ന് നോക്കി വരാം. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും പുതിയ കുട്ടികൾക്ക് എല്ലാം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രാദേശിക ഭാഷകൾ എന്നുള്ള വിഭാഗത്തിലാണ് മലയാളം വരുന്നത്. അതിൽ നോക്കൂ, 13 വിഭാഗങ്ങളിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. ഏറ്റവും ആദ്യത്തേത് പദശുദ്ധിയാണ്. പദശുദ്ധിയിൽ നിന്ന് ചോദ്യങ്ങൾ എല്ലാ പേപ്പറുകളിലും കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് വാക്യശുദ്ധിയും. ഒരു വാക്യം തന്നിട്ട് അതിലെ തെറ്റ് തിരുത്തി എഴുതുക എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. അതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകാറുള്ളതാണ്. അടുത്തത് പരിഭാഷയാണ്. ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നിട്ട് അതിൻ്റെതായ തർജ്ജമ, മലയാള പരിഭാഷ എഴുതാനാണ് വരാറുള്ളത്. ഒറ്റപ്പദം, ഇതും അനിവാര്യ, എല്ലാ പേപ്പറിലും ഒഴിവാക്കാനാവാത്തതാണ് ഒറ്റപ്പദം എന്നത്.
അതുകൂടാതെ പര്യായം എന്ന സെക്ഷനിൽ നിന്നും ചോദ്യം വരാറുണ്ട്. വിപരീത പദങ്ങളിൽ നിന്ന് വരാറുണ്ട്. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ ഒന്നിച്ചാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. SCRT 5ാം ക്ലാസ്സിൽ രസഗുളികകൾ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. അതിൽ ഒരുപാട് ശൈലികളും പഴഞ്ചൊല്ലുകളും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. SCRT പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ അത് മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. അതുകൂടാതെ സമാന പദം എന്ന വിഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ചേർത്തെഴുതുക എന്ന വിഭാഗത്തിൽ നിന്ന് വരാറുണ്ട്. ഇടയ്ക്ക് സന്ധിയും ചോദിച്ചു കാണാറുണ്ട്. മലയാള വ്യാകരണത്തിലെ സന്ധി എന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നു കാണാറുണ്ട്. കൂടാതെ എതിർലിംഗം, സ്ത്രീലിംഗം, പുല്ലിംഗം എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുകൂടാതെ വചനം, ഏറ്റവും സിമ്പിൾ ആയ ടോപ്പിക്കാണ് വചനമെങ്കിലും കുട്ടികൾക്കിടയിൽ ഒരു പ്രത്യേക ഏരിയയിൽ ചില സംശയങ്ങൾ വന്നു കാണാറുണ്ട്. അത് വചനം എടുക്കുമ്പോൾ വിശദമായി പറഞ്ഞു തരാം. അതുകൂടാതെ 12ാമത്തെ നമ്മുടെ വിഭാഗമാണ് പിരിച്ചെഴുത്ത്. പദങ്ങൾ തന്നിട്ട് അവയെ പിരിച്ചെഴുതാനാണ് ഇതിൽ ആവശ്യപ്പെടാറുള്ളത്. അതുകൂടാതെ ഘടകപദമാണ് നമ്മുടെ 13ാമത്തെ സെക്ഷൻ. അപ്പോൾ ഈ 13 ഭാഗത്തിൽ നിന്ന് മാത്രമാണോ ക്വസ്റ്റ്യൻസ് LDക്ക് വരിക എന്ന് ചോദിച്ചാൽ അല്ല. കാരണം മലയാള വ്യാകരണത്തിൽ നിന്നും ചോദ്യം വന്നു കാണാറുണ്ട്. മലയാള വ്യാകരണത്തിലെ തദ്ധിതം, സമാസം, സന്ധി, ഗതി, ഘടകം, വ്യാക്ഷേപകം ഇത്തരം ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നതായും കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ മലയാള വ്യാകരണത്തിലെ പ്രധാന ഭാഗങ്ങളും നോക്കിപ്പോകേണ്ടതുണ്ട്. ഇത് കൂടാതെ കലാ, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന മേഖലയിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ മലയാള സാഹിത്യത്തിലെ തൂലികാനാമങ്ങൾ, കൃതികൾ, എഴുത്തുകാർ, അപരനാമങ്ങൾ, വിശേഷണങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ജ്ഞാനപീഠ ജേതാക്കൾ എന്നിവരെ കുറിച്ചും ചോദ്യങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് മലയാള സാഹിത്യം എന്നുള്ളതും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി ഓരോ വിഭാഗത്തിൽ നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. ആദ്യ വിഭാഗം നമ്മൾ പറഞ്ഞിരുന്നു പദശുദ്ധിയാണ് ആദ്യ വിഭാഗം. ഒരു വാക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ലാഞ്ചന. ഈ ലാഞ്ചന എന്നുള്ള പദം എങ്ങനെ യഥാർത്ഥത്തിൽ കറക്റ്റായി എഴുതാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാഞ്ചന എന്ന പദം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികൾക്കിടയിൽ സംശയം വരാറുള്ള ഒരു വാക്കാണ്. ഈ ചായാണ് ഉപയോഗിക്കേണ്ടത്. ലാഞ്ചന എന്നുള്ള പദം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, കറക്റ്റ് യഥാർത്ഥമായത്. അടുത്തൊരു വാക്കാണ് നിഘണ്ടു. നിഘണ്ടു എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മളോട് ചോദിച്ചാൽ നിഘണ്ടു എങ്ങനെയാണ്? നിഘണ്ടു, അങ്ങനെയാണ് നിഘണ്ടു. ഇങ്ങനെ 4 രീതിയിൽ പദങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്നും ശരിയായത് നമ്മൾ തിരഞ്ഞെടുത്തെഴുതേണ്ടതാണ്. അതുകൂടാതെ വേറൊരു വാക്ക് നമുക്ക് നോക്കാം. പിഞ്ചിക. പിഞ്ചിക എന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടത്? പിഞ്ചിക ഇതാണ് പിഞ്ചിക. അതുപോലെ കുട്ടികൾക്കിടയിൽ എപ്പോഴും സംശയമുള്ളതാണ് യാദൃച്ഛികം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. യാദൃച്ഛികം ഓപ്ഷനിൽ 4 രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്നും യഥാർത്ഥ പദം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എഴുതുക എന്നതാണ് ഈ പദശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 2ാമത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു വാക്യശുദ്ധിയാണ്. മലയാള പദങ്ങളുടെ ക്രമം എന്നത് കർത്താവ്, കർമ്മം, ക്രിയ എന്നതാണ്. കർത്താവ്, കർമ്മം, ക്രിയ എന്നതാണ് മലയാള പദത്തിന്റെ ഘടന. എന്നാൽ ചില അവസരങ്ങളിൽ ഈ ഘടനയ്ക്ക് മാറ്റം വരുത്തി എഴുതാറുണ്ട്. അത്തരം അവസരങ്ങളിൽ അത് നേരെയാക്കി എഴുതേണ്ടത്. അതുകൂടാതെ ഒരു വാക്യത്തിൽ തന്നെ ഒരേ അർത്ഥമുള്ള പദങ്ങൾ ആവർത്തിച്ചു വരാം. അതിനെയാണ് നമ്മൾ പൗനരുക്ത്യം എന്ന് പറയുന്നത്. അത്തരം അവസരങ്ങളിൽ അതൊഴിവാക്കി വാക്യം ക്രമീകരിക്കുക എന്നതൊക്കെയാണ് ഈ വിഭാഗത്തിൽ നിന്ന് വരാറുള്ളത്. നമുക്ക് നോക്കാം, വാക്യശുദ്ധിയിലെ ഒരു ചോദ്യം നോക്കാം. നോക്കൂ, പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം.
ഈ കൂടി എന്നുള്ള വാക്ക് ഇവിടെ ആവശ്യമില്ല. കാരണം എന്താണ്? പാടുന്നത് അവൾക്കും കേൾക്കാം. അത്രയും പറയുമ്പോൾ തന്നെ കാര്യം നമ്മൾക്ക് മനസ്സിലാവുന്നതാണ്, അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ? പാടുന്നത് അവൾക്കും കേൾക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ തെറ്റുതിരുത്തി എഴുതുക? കൂടി എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. പാടുന്നത് അവൾക്കും കേൾക്കാം, അത്ര മതി. കൂടി എന്നുള്ള വാക്ക് അവിടെ ആവശ്യമില്ല. കൂടി എന്നുള്ള വാക്ക്